നമസ്കാരം. അമേരിക്കയിലേക്ക് പോകുന്നവർ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിൽ വിസ ഉണ്ട് എന്ന് കരുതി, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കാർഡ് ഉണ്ടെന്ന് കരുതി നിങ്ങൾ തീർത്തും സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിന് തൊട്ട് പിന്നാലെ തന്നെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വളരെ കർശനമായ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇപ്പോൾ ജയിലിലായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ താൻ കർശന നിലപാട് സ്വീകരിക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് ഉറപ്പ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രസിഡൻ്റായതിന് തൊട്ട് പിന്നാലെ ഇത്തരം നിയമങ്ങളിൽ വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുകയും അതിർത്തികളിൽ കാവൽ ഏർപ്പെടുത്തുകയൊക്കെ തന്നെ ചെയ്തത്. ഗ്രീൻ കാർഡ് ഉള്ളവരെ പോലും വിമാനത്താവളങ്ങളിലും അതിർത്തിയിലൊക്കെ തന്നെ ഇപ്പോൾ മണിക്കൂറുകൾ തടഞ്ഞു വയ്ക്കുന്ന അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെയാണ് മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ തയ്യാറാകാത്തവരെയും ജയിലിടുന്നതാണ് ഇപ്പോഴത്തെ രീതി. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അനധികൃത കുടിയേറ്റക്കാർ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അവിടെ സ്ഥിരതാമസക്കാരായ ആളുകൾ പോലും ഇനി അമേരിക്കയിലേക്ക് എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ കരുതലോടെ വേണം നോക്കാൻ. പല അനധികൃത കുടിയേറ്റക്കാരെയും ക്യൂബയിലെ ഗുണ്ടനാമോ ബേയിലെ തടവറയിലേക്കാണ് ട്രംപ് ഭരണകൂടം അയച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അവിടെ ഇപ്പോൾ ഹമാസ് പ്രേമികളായ നിരവധി ഫലസ്തീൻ അനുകൂലികളെ ചിലരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. മറ്റു ചിലരാകട്ടെ നാട് വിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ചിലരെ നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെങ്ങും തന്നെ ഈ ഫലസ്തീൻ അനുകൂലികളായ ആളുകളെ തിരഞ്ഞു പിടിച്ച് പിടികൂടുന്നതും പതിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന വിദ്യാർത്ഥികളും മറ്റുമൊക്കെ ഇത്തരം പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എന്തെങ്കിലും സൂചന ലഭിച്ചാൽ അവരെ അപ്പം തന്നെ നാട് കടത്തും. അതല്ല, അവർ അതിർത്തിയിലെത്തുമ്പോൾ തന്നെ അവരുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഒരു കാര്യം ഓർക്കുക, വിമാനത്താവളത്തിലോ അതിർത്തിയിലോ എവിടെയാണെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ പരിശോധനയ്ക്കായി കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ടാൽ അക്കാര്യത്തിൽ നിങ്ങൾ യാതൊരു തരത്തിലുമുള്ള എതിർപ്പ് പ്രകടിപ്പിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. നിങ്ങൾ അൺലോക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അവർ അത് വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും നിങ്ങളെ കടത്തിവിടുക. ഈയിടെ ഫ്രാൻസിൽ നിന്നുള്ള ഒരു വളരെ പ്രമുഖനായ ശാസ്ത്രജ്ഞൻ അമേരിക്കയിലെത്തിയിരുന്നു. പക്ഷേ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. ഇതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇതിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ മുഴുവൻ ട്രംപ് വിരുദ്ധ മെസ്സേജുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഫ്രഞ്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വരെ പ്രതിഷേധം അറിയിച്ചിട്ടും അമേരിക്ക നിലപാട് മാറ്റാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പരിശോധനകളൊക്കെ തന്നെ ട്രംപ് വിരുദ്ധ നിലപാട് ഉള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച് പിടികൂടുന്നതിനാണോ എന്ന സംശയവും ഇപ്പോൾ വ്യാപകമായി ഉയർന്നിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കസ്റ്റംസ് അധികൃതർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ടൂറിസ്റ്റ് വിസയിലാണ് അവിടെ എത്തുന്നതെങ്കിൽ നിങ്ങളിവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ നിങ്ങൾ മൗനം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് തന്നെ അവർ കണക്കാക്കുകയും നിങ്ങളെ തടഞ്ഞു വയ്ക്കുകയും ചെയ്യും. ഇതൊക്കെ തന്നെ ഇനി അങ്ങോട്ട് അമേരിക്കയിലേക്ക് പോകുന്ന ഓരോ യാത്രക്കാരും ഓർത്ത് വയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ്. ഞങ്ങളുടെ കയ്യിൽ വിസയുണ്ട്, ഗ്രീൻ കാർഡ് ഉണ്ട് എന്ന് കരുതി ധൈര്യമായി നിങ്ങൾക്കിനി പഴയതുപോലെ വിമാനത്താവളങ്ങളിലോ അല്ലെങ്കിൽ അതിർത്തിയിലോ എത്തി കടന്നു പോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് അതിർത്തിയിൽ ടൂറിസ്റ്റുകളെ തടഞ്ഞു വയ്ക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെ ആയിട്ട് അമേരിക്കയിൽ ടൂറിസ്റ്റ് വിസയിൽ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന പല ആളുകളും ഈ വാർത്തകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. കാരണം അവിടെ എത്തുമ്പോൾ തങ്ങളെ ഇത്തരത്തിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഒരുപക്ഷേ പിടിച്ച് ജയിലിടുകയോ ചെയ്താൽ എന്ത് ചെയ്യും എന്നുള്ളത് അവിടെ പ്രസക്തമായൊരു ചോദ്യമാണ്. നിങ്ങളുടെ കയ്യിൽ മതിയായ രേഖകളില്ല എന്നും നിങ്ങളിപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നും ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അത് അനുസരിക്കുകയാണ് നല്ലത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുക. എതിർക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും. എന്നാൽ നിങ്ങൾക്ക് ഒരു അഭിഭാഷകൻ്റെ സേവനം ലഭിക്കാൻ എല്ലാ അർഹതയും ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്യാം എന്നാണ് അമേരിക്കൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അമേരിക്ക കാനഡ അതിർത്തിയിൽ തന്നെ 3 ആഴ്ച ജയിലടച്ചായ ഒരു ബ്രിട്ടീഷ് വനിത മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. കാനഡക്കാരിയായ നടിയും വ്യവസായിയുമായ ജാസ്മിൻ മൂണയെ 2 ആഴ്ചയാണ് ജയിലിലാക്കിയിരുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപ് 2ാം തവണ പ്രസിഡൻ്റായി വന്നതോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ വളരെ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയുമായി അങ്ങേയറ്റം സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളാണെങ്കിലും അമേരിക്ക കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അവിടെ നിന്നെത്തുന്ന യാത്രക്കാർ അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാർ അമേരിക്കയിൽ അവർക്ക് ഗ്രീൻ കാർഡോ വിസയോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ കർശനമായ ശിക്ഷാ നടപടിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുക എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം പേർ അമേരിക്കയിലേക്ക് നിരന്തരമായ സന്ദർശനം നടത്തുന്നുണ്ട്. അവിടെ ബന്ധുക്കളെ സന്ദർശിക്കാനും വിദ്യാഭ്യാസ ആവശ്യത്തിനും ഔദ്യോഗിക കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അവരെല്ലാവരും ഈ ഒരു നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അമേരിക്കൻ കോൺസുലേറ്റുമായോ എംബസിയുമായോ ഒക്കെ ബന്ധപ്പെട്ട് പുതുതായി വരുത്തിയ മാറ്റങ്ങൾ എന്താണ് എന്ന് കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം അമേരിക്കയിലേക്ക് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ ഒരു അവസ്ഥയിൽ ഏറ്റവും ഉചിതകാര്യം. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത്
അമേരിക്കൻ കോൺസുലേറ്റുമായോ മറ്റോ ബന്ധപ്പെട്ടതിന് ശേഷം കൃത്യമായി എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് വിസ കാര്യങ്ങളിൽ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അമേരിക്കയിലേക്ക് പോകുന്നതാണ് ഉചിതം.